എങ്കിൽ ശ്രുതിയായിട്ട് വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ ശ്രുതിയെ ഉപദ്രവിച്ചിട്ടൊക്കെയുണ്ട്. അതുപോലെ തന്നെ രേണുവിന്റെ അച്ഛൻ ശ്രുതിയോട് പറഞ്ഞിട്ടുണ്ട്, നീ രണ്ടാം കെട്ടുകാരനല്ലേടാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ആരോട് വേണേലും വന്ന് ചേട്ടൻ ചോദിച്ചു, ഒരു കുഴപ്പമില്ല, എല്ലാവരും പറയാൻ റെഡി ആയിട്ട് തിരിച്ചു. എങ്ങനെ വഴക്കുണ്ടായെന്ന് വെച്ചാൽ കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തു. ഈ കിച്ചുവിനെ അവർക്ക് വലിയ താല്പര്യമില്ലാത്തയാ. കിച്ചുവിന് ലാപ്ടോപ്പ് വാങ്ങിക്കൊടുത്തെന്നും പറഞ്ഞാൽ അന്ന് ഒരു ദിവസം വഴക്ക്. പിന്നെ ഒരു ദിവസം ശ്രുതി മരിക്കുന്നതിന്റെ ആ ഒരു വീക്കിൽ ഇവർ വഴക്കുണ്ടാക്കിയത് രേണുവിന് മുടി കളർ ചെയ്യണമെന്നും പറഞ്ഞായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾക്കായിരുന്നു വഴക്ക് എന്നാണ് എനിക്ക് തോന്നുന്നല്ല. അതെ, അതിന് കാര്യങ്ങളെല്ലാം അറിയാം. ഇവർ വീട്ടിൽ നടന്ന സംഭവങ്ങളെല്ലാം ആ കൊച്ചിനറിയാം. അതുകൊണ്ട് അത് മിണ്ടാതിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകണ്ടല്ലോ എന്നുള്ള രീതിയിലായിരിക്കും ആ കൊച്ചു മിണ്ടാതിരിക്കുന്നത്. പിന്നെ അത് ഈ വീട്ടിൽ നിന്ന് ഫുഡ് പോലും കഴിക്കത്തില്ലായിരുന്നു. അത് വെളിയിൽ നിന്നായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇവരുടെ വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ ഈ ശ്രുതിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ഹോട്ടലിൽ താമസിക്കുന്നത് പോലത്തെ ഇതായിരുന്നു. വെളിയിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുക, എല്ലാവരും വീട്ടിൽ ഫുഡൊന്നും വെക്കത്തില്ല. അഥവാ വെച്ചാൽ പുള്ളിക്കാരനാണ് വെക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്നതാണ് ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നതൊന്നും വലിയ തെറ്റൊന്നുമില്ല, അതെല്ലാവരും ചെയ്യുന്നൊരു കാര്യങ്ങളാണ്. പിന്നെ ഇവർക്കുണ്ടെങ്കിൽ കിച്ചനോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് തട്ടിവിടാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാര്യം അറിയണമെങ്കിൽ അവർ രണ്ടുപേരും വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഇപ്പോൾ ഇതേ സമയത്തുണ്ടെങ്കിൽ രേണുവിനെതിരെ ഒരുപാട് പേരുണ്ട് ഇത് കണക്ക് രംഗത്ത് വരുന്നുണ്ട്. ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞുള്ളൊരു കാര്യം അവർ ചെയ്യുന്ന ഒരുപാട് നെഗറ്റീവുള്ള കാര്യമാണ്. ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വെളിയിൽ വന്ന ആൾക്കാർ സംസാരിക്കുക ഒരു കാരണം. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഇവർക്ക് ഒരുപാട് നെഗറ്റിവിറ്റി ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ആ സമയത്തുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതേ കണക്ക് ചിലപ്പോൾ കള്ളമായിരിക്കും സത്യമായിരിക്കും ഒരുപാട് പേര് ഇതേ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ വരുന്നുണ്ട്. അതേ കണക്ക് കിച്ചുവിൻ്റെ കാര്യം പറയുന്നത്, കിച്ചുവിനോട് അത്രയൊന്നും ഇഷ്ടമില്ല, രേണുവിന് അഭിനയിക്കുന്നതാണ്, അവനോട് അത്ര ഇഷ്ടമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് സത്യമാണെന്ന് അറിയില്ല. ഇതിന് മുമ്പ് ഇതേ കണക്ക് രേണു ശ്രുതിക്ക് ഓരോരോ പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്ക് ആ സമയത്ത് രേണുവിനെ പറ്റിയുള്ള കാര്യങ്ങൾ കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ സാധാരണ രീതിയിൽ നല്ല രീതിയിലാണ് പറഞ്ഞത്. തൻ്റെ അമ്മയുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്, തനിക്കൊരു പ്രശ്നമില്ല, പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തോ പ്രശ്നം എന്നുള്ള രീതിയിൽ രേണുവിനെയൊക്കെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചത്. അത് ഇനി ആൾക്കാരെ കേൾപ്പിക്കാനാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ അതിനെപ്പറ്റി പറയാത്തതാണോ നമുക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ അടുത്ത് സംസാരിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ. ഇപ്പം ഈ സ്ത്രീ പറയുന്നത് നമുക്ക് മൊത്തത്തിൽ ഒന്ന് ഉറപ്പിക്കാനേ കഴിയത്തില്ല. ഒരുപാട് പേര് ഇത് കണക്ക് കള്ളത്തരം പറയുന്നവരും ഉണ്ട്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. എന്നാലേ ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ.